വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഫക്കെട്ട് മൂലം ബുദ്ധിമുട്ടുന്നവർക്കായുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. നമ്മുടെ തൊണ്ടയിലും നെഞ്ചിലും അതുപോലെ തന്നെ തലയിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന കഫം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഇതിന് ചികിത്സ തേടി പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഇത്തരം പാനീയങ്ങൾ കഴിക്കുന്നത് ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. കഫം കെട്ടിക്കിടന്ന് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമുക്ക് തൊണ്ടയിൽ പഴുപ്പ് വരിക, അതുപോലെ നമുക്ക് എപ്പോഴും വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവാം, ജലദോഷം വരിക, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കഫം പൂർണ്ണമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് അതിനായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഫലപ്രദമായ ഒരു മാർഗമാണിത്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തിളച്ച വെള്ളം തന്നെ എടുക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കരുത്, തിളച്ച വെള്ളത്തിലിട്ട് ഉപയോഗിക്കണം. അതിലാദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി 2 അല്ലി മാത്രം എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കരുത്. അത് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം, പേസ്റ്റ് ആക്കി ഇടരുത്. ഇനി വേണ്ടത് ചെറുനാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ടും എടുക്കുക. അതിൻ്റെ നീര് കുരുവൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ചെറുനാരങ്ങയുടെ ഒരു തണുപ്പാണെങ്കിലും, ചെറുനാരങ്ങ തണുപ്പാണെന്ന് പറയും, നമ്മൾ ജലദോഷമുള്ള സമയത്തൊന്നും കഴിക്കരുതെന്ന് പറയും. എങ്കിലും കഫം ഇളക്കി കളയാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അലർജിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഒരു 4 കുരുമുളക് എടുത്താൽ മതി. കഫത്തിനെ വേരോടെ ഇളക്കി കളയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പാണത്. കല്ലുപ്പുണ്ടെങ്കിൽ ഒരു കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ പാനീയം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇതിനെ ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇളം ചൂടായതിന് ശേഷം ഇളം ചൂടോടുകൂടി തന്നെ കഴിക്കുക. പിന്നെ ചൂട് അതിലും താഴെ പോവാൻ അനുവദിക്കരുത്. കാരണം ഇളം ചൂടുവെള്ളം കുടിക്കുമ്പോൾ കഫം മെൽറ്റ് ആവാനായിട്ട് അങ്ങനെ ചൂടോടുകൂടി കുടിക്കണം. എങ്കിലും മാത്രമേ ഇളകി അങ്ങനെ പോവുള്ളൂ. ചിലപ്പോൾ നമ്മൾ തണുത്തു പോയാൽ ആ ഒരു ഫലം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൂടോടെ കുടിക്കാൻ തന്നെ ശ്രദ്ധിക്കാം. ഈ ഒരു കഠിനമായ ചൂട് കുറഞ്ഞ് ഇളം ചൂടാവുമ്പോൾ എടുത്ത് കുടിക്കുക. അപ്പോഴത്തേക്ക് ഈ സത്തൊക്കെ, ഈ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും സത്തൊക്കെ ഈ വെള്ളത്തിലായിട്ടുണ്ടാവും. പിന്നെ ഇത് നിങ്ങൾ 2 നേരം വീതം കുടിക്കണം, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മുടെ നാടൻ പ്രയോഗങ്ങളൊക്കെ 1-2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയി ചെയ്താൽ മാത്രമേ നമുക്ക് ഫലം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.